സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ചതായ നോമ്പുകളും നമ്മുടെ നിസ്കാരങ്ങൾ, സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ ഏറ്റെടുത്ത് നടത്തുന്ന ഷിബു ഇബ്രാഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഫ്താർ കൊണ്ട് എന്തെല്ലാം പ്രതിഫലം പടച്ചറബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെയും അദ്ദേഹത്തെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ഖൈർ, ബറക്കത്ത്, നിഅമത്തുകൾ പടച്ചറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച റബ്ബിലേക്കുള്ളതായ സ്തുതികൾ പറഞ്ഞുകൊണ്ട് അർ റഹ്മാനിർ റഹീം, പടച്ച റബ്ബിൻ്റെതാകുന്നതായ പ്രത്യേകമായ കരുണയെ കുറിച്ച് വീണ്ടും പടച്ച റബ്ബ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ പറയുകയാണ്. ആ അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യപത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ പത്തിലുള്ളതായ മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10 ഏകദേശം പകുതിയോടടുക്കുകയാണ്. വളരെ പെട്ടെന്ന് പരിശുദ്ധമായ റമദാന് നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം പ്രതീക്ഷിച്ച്, കാരുണ്യം ചോദിച്ച്, കാരുണ്യം വാങ്ങി, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ മഗ്ഫിറത്ത് വാങ്ങി, പരിശുദ്ധമായ നരകമോചനം അഅ്തുകും മിനന്നാർ വാങ്ങിയിട്ടായിരിക്കണം ഈ പരിശുദ്ധമായ റമദാനിനെ നമുക്ക് മടക്കി അയക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെങ്ങനെ സാധിക്കും? ഇന്ന ഇബ്ലീസ അലൈഹി ലഅനത്തുല്ലാഹ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഇബ്ലീസ അലൈഹി ലഅനത്തുല്ലാഹി ലമ്മാ തറദഹുല്ലാഹു മിനൽ ജന്ന. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കിയ സമയത്ത് ഈ ഇബ്ലീസ് പടച്ച റബ്ബിനോട് പറയുകയാണ്, റബ്ബേ وعزتك وجلالك لا أبرأ غضب بني آدم ما دامت الأرواح فيهم. ഇബ്ലീസ് പറയാണ് പടച്ച റബ്ബിനോട്, റഹ്മാനേ, അല്ലാഹുവേ, മനുഷ്യരുടെ ശരീരത്തിന്റെ ആത്മാവുള്ള കാലമത്രയും ഞാൻ അവനെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കും. അല്ലാഹ് ഏതെങ്കിലും നിലയിലൂടെ, ഏതല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടുള്ളതായ വഴക്കുകളിലൂടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ എങ്ങനെയെല്ലാം മനുഷ്യന് പരസ്പരം തമ്മിലടിപ്പിക്കാൻ പറ്റുമോ, എങ്ങനെയെല്ലാം മനുഷ്യന് വഴികേടിലേക്ക് വഴി നടത്താൻ പറ്റുമോ, ആ 100 വഴികളും പ്രവർത്തിച്ചുകൊണ്ട് 18 അടവുകളും ഞാൻ നടത്തിക്കൊണ്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പടച്ച റബ്ബിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹ് അവിടെന്ന് പറയാം. മറ്റു മതങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മീയമായ വശങ്ങൾ പറയപ്പെടുന്ന, ആത്മീയമായ വശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. നമുക്കറിയാം, രാവിലെ മദ്രസകൾ, വൈകുന്നേരം മദ്രസ ക്ലാസുകൾ, മുക്കിന് ഓരോ ദിനങ്ങളിലും വഅദിന്റെ മജ്ലിസുകൾ. ഏത് മതത്തിലാണ് അങ്ങനെയുള്ളത്? എന്നാൽ പിറ്റേ ദിവസത്തെ പത്രം തുറന്നു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മുഴുവനും മുസ്ലിം നാമധാരികളാണ്. എന്താണ് കാരണം? ഇന്ന ഇബ്ലീസ അലൈഹി ലഅനത്തുല്ലാഹ്. ഈ ഇബ്ലീസ് പടച്ച റബ്ബിനോട് പറഞ്ഞത്, റബ്ബേ, ഒരു മനുഷ്യന്റെ ആത്മാവ് എത്ര കാലത്തോളം ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമോ അവന്റെ റൂഹ് പിടിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെയും അവനെ ഞാൻ വഴി പിഴപ്പിക്കുമെന്നാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യർക്ക് എന്തിനാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്? ആ സമയത്ത് മറ്റേ ആൾ വരും, ഇബ്ലീസ് വരും. അവിടെ വന്നിട്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മരണത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് അതികഠിനമായ ദാഹമുണ്ടാകും. ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈമാനില്ലാത്തവരുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പറയും, ഞാൻ നിനക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരാം, നീ കുടിക്ക്, പക്ഷെ നീ എന്റെ കൂട്ടുകാരനാകണം. ആ സമയത്ത്
സമയത്ത് ഈമാനില്ലാത്തവർ അവന്റെ കൂട്ടുകാരായി പോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനുള്ളവർ അവനെ ആട്ടിയോട്ടിക്കുമെന്ന് ഹദീസുകളിലൂടെ പറയുമ്പോൾ പടച്ച റബ്ബ് ഇബ്ലീസിനോട് പറയുകയാണ്, ഫഖാലല്ലാഹു ലഹു വഇസ്സതി വജലാലി ലാ അബ്റഹു അഗ്ഫിറു ലഹും അസ്തഗ്ഫിറൂനി. അവർക്ക് പരിശുദ്ധമായ റമദാൻ ശരീഫ് പോലെയുള്ളതായ ദിനരാത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇബ്ലീസേ, നീ എത്ര അവരെ വഴിപിഴപ്പിച്ചാലും അവരെ കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ പ്രവർത്തിച്ചാലും എന്റെ അടിമ എന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ ഒന്ന് പൊറുത്തു തരണമെന്ന് എന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഞാന് പാപമോചനം കൊടുക്കുമടോ, അവന്റെ തൗബയെ ഞാനൊന്ന് സ്വീകരിക്കുമടോ. പടച്ച റബ്ബ് ഇബ്ലീസിനോട് പറയുകയാണ്, എന്ത് സ്നേഹമുള്ള അല്ലാഹ്, എത്ര പാപം ചെയ്താലും എന്റെ അടിമ പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 പാപമോചനം ഇരന്നു വാങ്ങാനുള്ള 10 എന്ത് തോന്നിവാസം കാണിച്ചാലും അതെല്ലാം മാറ്റിവെച്ചിട്ട് എന്റെ അടിമ എന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന് പാപമോചനം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പടച്ച റബ്ബ് അവിടെ ഇബ്ലീസിനോട് പറയാൻ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയാണ്, ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കൾ എനിക്ക് തന്നാലും അതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയമായ 2 ആയത്തുകളുണ്ട്. ഒരു ആയത്തായി ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതി കേൾപ്പിച്ചത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ വലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, ഈ ആയത്ത് ഞാൻ ഒരുപാട് തവണ ഓതും. ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ ഒരുപാട് തവണ ചിന്തിക്കും. ചിന്തിച്ച് എന്റെ കണ്ണുകളിൽ നിന്ന് ഞാനറിയാതെ കണ്ണുനീര് തുള്ളികൾ ഇങ്ങനെ ഒഴിക്കുമത്രേ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, അതേ പാപങ്ങൾ പ്രവർത്തിക്കുകയും സ്വന്തം ശരീരത്തിനോട് അതിക്രമം കാണിക്കുകയും ചെയ്തിട്ട് പടച്ച റബ്ബിനെയൊന്ന് ഓർത്തിട്ട് കരയുന്ന അടിമകളുണ്ട്. ആ അടിമകളെ കുറിച്ച് പടച്ച റബ്ബ് പറയുകയാണ്, വലം യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ആ അടിമകൾക്ക് ഞാനല്ലാതെ വേറെ ആരാണ് പുറത്തു കൊടുക്കുന്നത്? ആ അടിമയ്ക്ക് ഞാനങ്ങ് പുറത്തു കൊടുക്കുമെന്നാണ്. ഗതകാല മാസങ്ങൾ, ഗതകാല ജീവിതങ്ങൾ എന്റെ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം പാപങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ പാപങ്ങൾ ഏറ്റുപറയാനുള്ള ദിനരാത്രങ്ങളാണ്. പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ 10 ശേഷം പടച്ച റബ്ബ് പറയുന്നു, വലം യുസിറൂ അലാ മാ ഫഅലൂ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വലം യുസിറൂ അലാ മാ ഫഅലൂ. പിന്നീട് ആ തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ട് വേണം പടച്ച റബ്ബിനോട് ചോദിക്കാൻ. എന്റെ ജീവിതത്തിൽ വന്നുപോയി റബ്ബേ, ഇനി മേലിൽ അത്തരത്തിലുള്ള തെറ്റുകൾ വരാതെ അല്ലാഹുവേ ഞാൻ എന്റെ ശരീരത്തിനെ നിയന്ത്രിക്കും എന്നുള്ളതായ ദൃഢനിശ്ചയത്തോടെ പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പടച്ച റബ്ബിനോട് പാപമോചനം ഇതെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് പടച്ച റബ്ബ് ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു. യബ്ന ആദമ ഇന്നക മാ ദഅൗതനി വ റജൗതനി ഗഫർതു ലക. നീ എന്നെ എങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ നിന്നോടുള്ള പെരുമാറ്റം അത്രേ. ഞാൻ കരുണയുള്ളവനാണെന്ന് നീ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ കരുണ നിനക്കുണ്ട്. നിന്റെ പാപങ്ങൾ ഞാനും പൊറുക്കുമെന്ന് നിന്റെ പ്രതീക്ഷയുണ്ടെങ്കിൽ നിന്റെ പാപങ്ങൾ ഞാനും പൊറുത്തു തരുമെന്നാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ
ഒരുപാട് പാപങ്ങൾ അതിക്രമങ്ങൾ പ്രവർത്തിച്ചവരാണ്. പരിശുദ്ധമായ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മുന്നോറുകൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, വിദേശ രാജ്യങ്ങളിൽ പടച്ച റബ്ബേ നീ സലാമത്തിൻ്റെതാകുന്നതായ സാഹചര്യങ്ങളെ തുറക്കണേ അല്ലാഹ്. അല്ലാഹുവേ ശത്രുക്കളുണ്ട് പടച്ച റബ്ബേ, അവരുടേതാകുന്നതായ തന്ത്രങ്ങൾ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. മുഴുവനും അറിയുന്ന റബ്ബേ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകി, മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് നൽകി പടച്ച റബ്ബേ നിന്റെ പ്രത്യേകമായ സഹായം ഈ പരിശുദ്ധമായ റമദാനിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.